പണ്ട് ഞാൻ കുട്ടിയായിരുന്ന സമയത്തുള്ള എൻ്റെ ഏറ്റവും വലിയൊരു ഓർമ്മകളിലൊന്നാണ് എൻ്റെ ഗ്രാൻഡ് പേരൻസ് അവരിങ്ങനെ അവർക്ക് നാട്ടിൻപുറത്തുകാരാണല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ചായപ്പീടികളുണ്ടാവും. അപ്പോൾ അവിടെ ചിലപ്പോൾ രാവിലെ ചായ കുടിക്കാൻ പോകുമ്പോൾ നല്ല അപ്പവും മുട്ട റോസ്റ്റിൻ്റെയും മണമൊക്കെ ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ അത് അവിടെ നിന്ന് കഴിക്കും, നമ്മളെ കൂട്ടിക്കൊണ്ട് പോലുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. എന്നിട്ട് അവിടെ നിന്ന് കഴിക്കുമ്പോൾ അതിനൊരു വല്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ നാവിൻ്റെ തുമ്പിലുണ്ടാവലുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റിലുള്ള ഒരു മുട്ട റോസ്റ്റാണ് ഇന്ന് ഉണ്ടാക്കുന്ന ഒരു തനി നാടൻ മുട്ട റോസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കും ഇങ്ങനെയുള്ളൊക്കെ ഓർമ്മകളുണ്ട് എങ്കിൽ അത് ഷെയർ ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടാലോ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ നാടൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഫെനൽ സീഡ് ഇട്ട് കൊടുത്തു. നന്നായിട്ട് മൂത്തിട്ട് അതിൻ്റെ ഒരു സ്മെല്ല് വരുന്ന സമയം ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞിട്ട് കൊടുക്കുക. കൂടിപ്പോകാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു 4 സവോള നന്നായിട്ട് സ്ലൈസ് ചെയ്ത് അരിഞ്ഞിട്ട് കൊടുത്തു. അതിലേക്ക് പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില കുറച്ച് അധികം ഇട്ടോളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീ ഒരുപാട് ലോയിൽ വെക്കരുത്. ഒരു മീഡിയം ടു ഹൈ അതിൻ്റെ ഇടയിലായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. അത് എൻഡ് വരെ അങ്ങനെ തന്നെ പോകണം. അതുപോലെ തന്നെ സവോള വഴണ്ട് വരുന്ന സമയം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം എരിവുള്ള മുളക് പൊടിയാണ്. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലിയാണ് ഉള്ളതെങ്കിൽ അതൊരു 1 തൊട്ട് 1.25 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കും. അപ്പോൾ നല്ലൊരു കളറും ഉണ്ടാവും കേട്ടോ. പിന്നെ മല്ലിപ്പൊടി വളരെ കുറച്ച് മതി, ഒരു 1/2 ടീസ്പൂൺ ഞാൻ ഇട്ടിട്ടുള്ളൂ. മല്ലിപ്പൊടി ഇടാതെ എടുത്താലും ഒരു ടേസ്റ്റിന് വ്യത്യാസം വരില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിനെ ഒന്ന് പച്ചമണം പോകുന്നവരെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഒരു തക്കാളി, പുളിയില്ലാത്ത തക്കാളി എടുക്കുക കേട്ടോ. പുളിയുള്ളതാണെങ്കിൽ ഒരു 1/2 തക്കാളി മാത്രം ചേർത്താൽ മതിയാവും. എന്നിട്ട് ഇതിൻ്റെ അകത്ത് മെയിൻ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നത് നമ്മുടെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി അതിൽ കുറച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഗരം മസാല വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കൊടുക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് കൂടെ ഇളക്കി കൊടുക്കുക. പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഒന്ന് വരഞ്ഞിട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ടേസ്റ്റൊക്കെ അതിലേക്ക് കയറാൻ എളുപ്പമായിരിക്കും. ഈ മസാല ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അത് ആ ഒരു മസാലയുടെ എല്ലാ ഫ്ലേവറും മുട്ടയിലേക്ക് പിടിക്കാനാണ് ഈ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് വെച്ച് ഇതുവരെ നമ്മൾ അടച്ചു വെച്ചിട്ടില്ല. അടച്ചു വെക്കണ്ട. ഇത് നമ്മൾ ഈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉള്ളി വേവാനായിട്ടോ അങ്ങനെയൊന്നും അടച്ചു വെക്കണ്ട കേട്ടോ. ഈ ലാസ്റ്റ് 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് അത്ര മാത്രം ഒന്ന് അടച്ചു വെക്കുക. ആ മസാലയുടെ ടേസ്റ്റൊക്കെ നമ്മുടെ മുട്ടയിലേക്ക് പിടിക്കാനായിട്ടോ. നമ്മുടെ സൂപ്പറായിട്ടുള്ള മുട്ട റോസ്റ്റ് റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും കേട്ടോ. ബൈ.